ടൈബർ നദിയുടെ തീരത്ത് പണിതുയർത്തി നിർത്തിയിരിക്കുന്ന പഴയ പുരാതനമായ റോമാപട്ടണത്തിൻ്റെ ഒരു പണി നടക്കണം. അതിനുവേണ്ടി നീറോ ഒരു പട്ടാപ്പകൽ റോമാപട്ടണത്തിന് തീ കൊടുത്തു വെച്ചു. റോമാപട്ടണം മാനം മുട്ട കത്തി ഉയരുമ്പോൾ, നിരപരാധികൾ പലരും വെന്തുരുകി മരിക്കുമ്പോൾ, ജനക്കൂട്ടം പ്രക്ഷോഭം സംഘടിപ്പിച്ച് റോമാപട്ടണത്തിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടുത്തു. അപ്പോൾ നീറോയ്ക്ക് മനസ്സിലായി കാര്യം അപകടത്തിലേക്ക് നീങ്ങുകയാണെന്ന്. അയാൾ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചത് കേൾക്കണോ? ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവരിവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു പരത്തി. അതോടുകൂടെ ക്രൈസ്തവ വൈര്യം അതിഭയങ്കരമായി ആളിക്കത്തി. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിച്ചും, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ചും, വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് ശരീരഭാഗങ്ങൾ അതിലേക്ക് ചേർത്ത് കെട്ടി 2 തുണ്ടുകളാക്കി കീറി മാറ്റിയും, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നും, അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾ കൂണിന് വലിച്ചെറിഞ്ഞു കൊടുത്തും, വെട്ടിത്തിളയ്ക്കുന്ന എണ്ണപാത്രങ്ങളിലിട്ട് വറുത്തു കോരിയും, എന്തിന് ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി ക്രൈസ്തവരെ കൊന്നുകൂട്ടുന്ന കാലഘട്ടം. ഒരു ദൂതിന്ന് രാത്രി ഞാൻ പറയാം. ഒരു ചെറിയ മഴ പെയ്തതിൻ്റെ പേരിൽ മുഴുവൻ തകർന്നു എന്ന് വിചാരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അധികാരത്തിനോ ആയുധത്തിനോ കാരാഗ്രഹത്തിനോ കാൽത്തളയ്ക്കോ തോക്കിൻ കുഴലിനോ തകർക്കാൻ കഴിയുന്നതല്ല കൃപ പ്രാപിച്ച ദൈവമക്കളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്.